ചെങ്ങായിമാരെ നമ്മളെ മലയാള സിനിമയിലെ പ്രശ്നമുണ്ടല്ല ഈ അടുത്തൊന്നും തീരില്ല. ഓരോ ദിവസം കഴിയുന്നതിനാ ഓരോരോ കേസുകളായിട്ട് ഇങ്ങനെ പുറത്തു വരുന്നു. ഇന്നത്തെ പുതിയ കേസ് എന്താ വെച്ചാൽ നമ്മളെ അൻസിബ എന്ന പേരുള്ള നടിയുണ്ടല്ല, ആ നടി നമ്മളെ ടിനി ടോമിനെതിരെ കുറച്ച് ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ടിനി ടോം കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടും അൻസിബ മുസ്ലിം മതത്തിലേക്ക് ആൾക്കാരെ മതം മാറ്റാൻ നിൽക്കുന്നത് അവളൊരു ജിഹാദിയാണെന്ന് കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അൻസിബ പറയുന്നത്. പക്ഷെ നമ്മളെ ടിനി ടോം പറയുന്നത് അയ്യോ ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ല എന്നും പറഞ്ഞാണ് ടിനി ടോം വന്നിട്ടുള്ളത്. അൻസിബയെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻസിബ അഭിനയിക്കാനൊക്കെ അറിയുന്ന ഒരു കുട്ടിയാണ്, കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ ടിനി ടോമിനെ കുറിച്ച് പറയുമ്പോഴല്ല എത്രയോ വർഷമായി എനിക്കൊക്കെ ഓർമ്മ വെച്ചില്ലേ, ആ ഓർമ്മ വെച്ച സമയം തൊട്ടിട്ട് ഈ ചങ്ങായി സിനിമയിലുണ്ട്. ഈ ചങ്ങായിക്കാണെങ്കിൽ അഭിനയിക്കാനും അറിയില്ല, മിമിക്രി ആണെങ്കിൽ മിമിക്രിന്റെ ABCD അറിയില്ല. എന്നിട്ട് ഇത്രയും കാലം ഉണ്ടല്ല ഈ രണ്ട് സ്ഥലത്തും ഈ ചങ്ങായി പിടിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണോ ഈ ചങ്ങായി സിനിമയിൽ ഇത്രയും കാലം പിടിച്ചിരിക്കുന്നത്? നമ്മളെ നാഗച്ചേച്ചി പറഞ്ഞ പോലെ ഒരു കഴിവില്ലാത്തൊരു കഴിവ് ഇല്ലാത്ത വേറിയാണ് ഈ ചങ്ങായി. എന്നിട്ടും നമ്മളെ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ടിനി ടോമിന് എത്രമാത്രം ഹോൾഡ് മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഊഹിച്ചാ പോരെ. എന്തായാലും ഞാനൊരു കാര്യം ആദ്യം പറയട്ടെ, ഈ ആരോപണം ഉന്നയിച്ച അൻസിബ ഉണ്ടല്ല, അൻസിബ മലയാള സിനിമയിൽ ഉണ്ടല്ല ഇനി അങ്ങോട്ട് അനിസ്പ്രേ ആയിരിക്കട്ടെ, ഇനി കാണാൻ പോലും കിട്ടില്ല. എന്തായാലും എനിക്കെന്താ തോന്നുന്നറിയാം, ഇത്രയും റിസ്ക് എടുത്തിട്ട് അൻസിബ ഇങ്ങനെ ഒരു കാര്യം പറയുന്നെങ്കിൽ അൻസിബയുടെ വാർത്ത തന്നെയാണ് ശരിയുണ്ടാവുക. അതായത് ടിനി ടോം എന്ന് പറഞ്ഞ വെർട്ടാവളിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമുക്കില്ല അൻസിബ ഈ കാര്യത്തെ കുറിച്ച് പറയുന്ന ആ വാർത്തയൊന്ന് കേട്ടിട്ട് വന്നാലോ. താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ ചലച്ചിത്ര താരം ടിനി ടോമിനെതിരെ തുറന്നടിച്ചു നടി അൻസിബ ഹസൻ. ടിനി തനിക്കെതിരെ അവിഹിത കഥകൾ പടച്ചുവിടുകയാണെന്ന് അൻസിബ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് ടിനി ടോം ലൈംഗിക ചുവയോടെ സംസാരിക്കും. തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി നിരന്തരം ശ്രമം നടത്തി. താൻ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതായി ടിനി പറഞ്ഞു പരത്തിയെന്നും അൻസിബ പറഞ്ഞു. ഞാന് രാജിവെക്കാൻ കാരണം ടിനി ടോമേട്ടനാണ്. അദ്ദേഹം കുറെ നാളായി എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പലരോടും പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഒരു സംഘടനയാകുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾ ഉണ്ടാവും, പല കാര്യങ്ങളിലും എതിരഭിപ്രായം ഉണ്ടാവും, സമാഭിപ്രായം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിവൈരാഗ്യമായിട്ട് എടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറപ്പാണ് തോന്നിയത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു വരുത്താൻ താല്പര്യമുള്ള ആളുടെയൊക്കെ കൂടെ എങ്ങനെ കമ്മിറ്റിയിലിരിക്കും? ഞാൻ മത തീവ്രവാദിയാണ് അത്ര, ഞാൻ ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത്ര. എന്നിട്ട് രണ്ട് വ്യക്തികളുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എത്രമാത്രം എനിക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളത് ചിന്തിക്കണില്ല. അത് എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ മറ്റ് അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് നീന കുറുപ്പേച്ചി കേട്ടിട്ടുണ്ട്, ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് പേടിയുണ്ടായിരുന്നു എന്റെ തൊഴിലിനെ ബാധിക്കും എന്നുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് മാധ്യമങ്ങളിൽ വരികയും അത് കഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ എനിക്ക് വർക്കുകൾ കുറവാണ്, ഞാൻ ഉള്ള വർക്ക് വെച്ച് സർവൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വർക്കിനെ ബാധിക്കുകയോ അതെങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പല ആളുകളിൽ നിന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ നമ്മളെ മലയാള സിനിമന്റെ അവസ്ഥയിലെ പീഡനം, മർദ്ദനം, ഇത്തരം കലാപരിപാടികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പണത്തിനുള്ള തട്ടിപ്പ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം പെൺകുട്ടി മതം മാറ്റാൻ വേണ്ടി സിനിമയിലുള്ള മറ്റുള്ളവരാ മതം മാറ്റാൻ നോക്കുന്നുണ്ടെന്ന് ഒരു വൃത്തികെട്ട വേട്ടാവളയും പറഞ്ഞത് ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് നിങ്ങളുണ്ടല്ല ടിനി ടോമിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം കേട്ടാ. ഇത്രയും കാലം അഭിനയിക്കാനോ മിമിക്രിയിലോ ഒരു കഴിവില്ലാണ്ട് ഈ വേട്ടാവളിൻ ഈ സിനിമയിൽ പിടിച്ചതെന്ന് എങ്ങനെ അറിയാം? ഏറ്റവും കൂടുതൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ മഹാനടനില്ലേ, ചങ്ങായിന്റെ ഔദാര്യത്തിലാണ് ഈ വേട്ടാവളിന് ഇത്രയും കാലം പിടിച്ചെന്നത്. അതായത് മുസ്ലിമായ മമ്മൂട്ടിയുടെ ഔദാര്യത്തിൽ പിടിച്ചെന്നിട്ട് ഈ ചങ്ങായി ഒരു മുസ്ലിം പെൺകുട്ടിക്കെതിരെ പറയുന്നത് ഇവള് ജിഹാദിയാണ്, ഇവള് മതം മാറ്റാൻ നോക്കുന്നവളാണ്, ഇവള് തീവ്രവാദിയാണെന്നൊക്കെ. ഇത്രയും നന്ദിയില്ലാത്തൊരു നാറിനാണല്ലോ മമ്മൂട്ടി സാറേ നിങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്നത്. പിന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ല, ടിനി ടോം പറഞ്ഞത് അൻസിബ തെളിവായിട്ട് പറഞ്ഞത് നീന കുറുപ്പിലെ സിനിമ നടി അവരോടാണ് ടിനി ടോം ഇത് പറഞ്ഞു തന്നത്. അങ്ങനെ അൻസിബ പറയുന്നുണ്ടെങ്കിൽ അതുള്ളത് തന്നെയാണ്, അത് സത്യം തന്നെയാണ്. ഇനിയിപ്പോ നാളെ മിക്കവാറും നീന കുറുപ്പ് എന്താ പറയാന്നറിയാം, അയ്യോ ഞാനത് ഓർക്കുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതായി ഞാൻ ഒന്നും ഓർക്കുന്നില്ല, എപ്പോഴാണ് പറഞ്ഞത് എന്നൊക്കെ ആയിരിക്കും. കാരണം ടിനി ടോം ഉണ്ടല്ല മൂപ്പറുടെ ഹോൾഡ്, ആ ഹോൾഡിൽ എന്താ നീനാക്കുറിപ്പ് വാക്ക് മാറ്റി പറയും. പിന്നെ അത് മാത്രമല്ല അൻസിബയെ കുറിച്ച് അവീതം കൂടി നമ്മളെ ടിനി ടോം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെന്താണെന്നറിയാം, ടിനി ടോം ഒക്കെ നടന്ന അവീതം ഉണ്ടല്ല മലയാള സിനിമയിലും ശരി മിമിക്രിന്റെ പേരിലായാലും ശരി ഒരുപാട് അവീത സംഭവമില്ല നമ്മൾ ഈ ടിനി ടോം ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അയാളുടെ മനസ്സിലിരിപ്പം അയാൾ ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ളവരെ പേരിടാൻ വേണ്ടി ഈ വേട്ടാവളി നോക്കുന്നത്. ഇനി നമുക്ക് ഈ ടിനി ടോം ഉണ്ടല്ല ഈ വേട്ടാവളിയും ടിനി ടോം ഇതിനെ ന്യായീകരിച്ച് മേടിക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ, അയാളുടെ മുഖത്തും അയാളുടെ വാക്കുകൾ കേട്ട് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ചങ്ങായി അൻസിബയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ലേ. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടുള്ളൂ, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിന്റെ പേരിലാണ് പ്രശ്നം. അല്ല അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുക്കുന്നു. അത് അങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ എത്തിക്കണം. നമുക്കിവിടെ നിയമ
ഇതുണ്ടല്ലോ, അത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കും, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് വേറെ ആൾ പറഞ്ഞു. രാജിക്കപ്പുറത്തേക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ. അതെ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചമ്പളൊക്കെ ഉണ്ട്. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ചീത്ത വിളിക്കുന്നല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു, വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി. എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവർ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ സംസാരങ്ങൾ കേട്ടല്ലോ നമ്മളെ ടിനി ടോം കിടന്നങ്ങ് മെഴുകുന്നത്. എന്റെ സുഹൃത്തുക്കൾ മൊത്തം മുസ്ലിമാണ്, ഞാനപ്പോ അൻസിബയെ ജിഹാദി എന്ന് വിളിക്കുമെന്നൊക്കെയാണ് നമ്മളെ ടിനി ടോം ചോദിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ അയാളുടെ മുഖത്തും അയാളുടെ വാക്കുകളിലുണ്ടല്ലോ അയാൾ പറയുന്നതൊക്കെ പച്ചക്കളാന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇനി ഇതിന്റെ അടുത്ത രഹസ്യം എന്ന് പറയാ, ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ടിനി ടോം ഉണ്ടല്ല ഇപ്പൊ വേറൊരാളെ വിളിക്കും. ആരെയെന്നറിയാം, നമ്മൾ നടി പ്രിയങ്കയില്ലേ, പ്രിയങ്കനാണ്. ഈ ടിനി ടോമിനെ ന്യായീകരിക്കാൻ വരുന്ന ഈ പ്രിയങ്കന്റെ പഴയ കഥ നിങ്ങൾക്കറിയില്ലേ, സിനിമ നടി കാവേരിയില്ലേ, കാവേരിനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയിട്ട് ആകെ കുടുങ്ങി മെഴുകിയതാണ് ഈ പ്രിയങ്ക. എന്നിട്ട് ലാസ്റ്റ് പോയിട്ടുണ്ടല്ല ആ കാവേരിന്റെ കയ്യും കാലും പിടിച്ചിട്ട് ആ കേസ് ഉണ്ടല്ല എങ്ങനെയോ പിൻവലിച്ചിട്ട് രക്ഷപ്പെട്ടു പോയതാണ് ഈ പ്രിയങ്ക. എന്നിട്ട് അങ്ങനെയുള്ള പ്രിയങ്കനെയാണ് ഇത് ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ടിനി ടോം ഉണ്ടല്ല അവിടുന്ന് വിളിക്കുന്നത്. പിന്നെ ടിനി ടോം പ്രിയങ്കനെ വിളിക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടാ. ആ പ്രിയങ്ക ഉണ്ടല്ല അവിടെ യാദൃശികമായിട്ട് വന്നു പെട്ടതാണ്. അല്ലാണ്ട് നമ്മൾ ടിനി ടോം വിളിച്ചിട്ട് വന്നതല്ലട്ടാ. അത് നിങ്ങൾ എന്തായാലും വിശ്വസിച്ചേ പറ്റുവട്ടാ. പിന്നെ നിങ്ങളുണ്ടല്ല പ്രിയങ്കൻ ഈ ന്യായീകരണം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സിനിമ ഓർമ്മ വരും. നമ്മളെ ദിലീപിന്റെ പാപ്പിയ പച്ചയില്ലേ, പാപ്പിയ പച്ചലി ഒരു അമ്മമ്മക്ക് നമ്മളെ ദിലീപ് പൈസ കൊടുക്കുന്നില്ലേ ദിലീപിനെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിട്ട്. ആ ഒരു സീനായിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വെറും യാദൃശ്ചികം മാത്രമാണ്. നമുക്ക് ആ സീൻ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ പ്രിയന്റെ കൂടി ഉണ്ട്. ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണങ്ങൾ ഇതിപ്പോ കാശ് കൊടുത്തോണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാണ്. നമസ്കാരം. നിങ്ങളെ ഒരു കാര്യം, നമ്മളിപ്പോ ഇവിടെ വന്നത് അമ്മ അസോസിയേഷനിലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ടിനി. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത് തന്നെ. അങ്ങനെ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെ കുറിച്ച്, ടിനി എന്റെ ഒരു സഹപ്രവർത്തനാണ്, എന്റെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു സഹപ്രവർത്തനാണ്, ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്ക് ഒരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബി അല്ല ആരായാലും അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷന്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം വാർത്തയെ ശ്രദ്ധപ്പെടുത്തിയെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാനലിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാൻ ഞങ്ങളൊക്കെ ചാനലിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ എല്ലാവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്കിന്റെ കാര്യം. ഞങ്ങൾ ആരെയും പിന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അമ്മയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ആ സംഘടനയെ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ തീർക്കണം. എന്തെങ്കിലും സംസാരിക്കണം ഇവിടെ പറയണം. എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ആൾക്കാരെ, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ കൂത്തിയായിട്ട് ഇരിക്കണമല്ല, ഒരു പ്രസിഡന്റാണ്. സേതോട് സംസാരിക്കണം, സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണോ നിങ്ങള് ഒരു നടപടി? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരില്ലേ? ശ്വേതാമേനോട് അങ്ങനെ പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ. നമ്മളെ പ്രിയങ്ക ചേച്ചി ഉണ്ടല്ലോ തകർത്ത് ടിനി ടോം പറഞ്ഞ കാര്യമുണ്ടല്ല വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ നമ്മളെ പ്രിയങ്ക ചേച്ചി അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ചേച്ചിക്കുണ്ടല്ല ഒരു 10-100 അധികം കൊടുക്കണം കേട്ടാ ടിനി ടോമെ. പിന്നെ പ്രിയങ്ക ചേച്ചി ഒരു കാര്യം മാത്രം പറയാൻ പറ്റും കേട്ടാ. ആ സിനിമ പറഞ്ഞ പോലെ ടിനി ടോം മുത്താണ്, മുത്തുമണിയാണ്, തങ്കക്കുടമാണ് എന്നൊക്കെ കൂടി വെച്ച് കാച്ചായിരുന്നു എന്റെ പ്രിയങ്ക ചേച്ചി. ഈ സ്ത്രീ ഉണ്ടല്ല ഇവര് സംസാരിക്കുന്നത് കേട്ടില്ലേ, കൂടിയുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഈ ടിനി ടോം ഉണ്ടല്ല തീവ്രവാദിയാണ്, ജിഹാദിയാണ്, മതം മാറ്റാൻ നോക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാതെ ഈ വേട്ടാവളിയും ടിനി ടോമില്ലേ അവന് വേണ്ടിയിട്ടാണ് ഈ ഘോരഘോരം പ്രസംഗിച്ചത്. അതായത് അവരുടെ ഒന്നും നോക്കാതെ അൻസിബി അങ്ങ് തള്ളി പറഞ്ഞിട്ട് ടിനി ടോമിനുണ്ടല്ല അങ്ങനെ പൂശയെന്ന് വെള്ളി ഉണ്ടല്ല വെള്ളി ഇങ്ങനെ പൂശിക്കൊണ്ടേ ഇരിക്കുന്നു. ഇവരൊക്കെ ഇരിക്കുന്ന ഒരു കമ്മിറ്റി പോയിട്ടില്ല അൻസിബ ടിനി ടോമിനെതിരെ ഒരു പരാതി കൊടുത്തെങ്കിൽ ഇവര് ടിനി ടോമിനെതിരെ ഒരു നടപടി എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വപ്നത്തെ പോലും അത് കരുതണ്ട. അതുമാത്രമല്ല ടിനി ടോമിനോടല്ല വർഷങ്ങളായിട്ടുള്ള സുഹൃത്താ പോലും ഈ പ്രിയങ്ക മാത്രമല്ല പ്രിയങ്കന്റെ ഭർത്താവും ടിനി ടോമിന്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താ പോലും. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, കാവേരിനെ തട്ടിക്കൊണ്ടുപോയില്ലേ ആ സമയത്ത് ടിനി ടോമും പ്രിയങ്ക ഉണ്ടല്ല വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോഴുണ്ടല്ല പ്രിയങ്ക ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറട്ടെ, ഈ അമ്മ എന്നുള്ള ഈ സംഘടനയുടെ പേരുണ്ടല്ല അത് മാറ്റിയിട്ടുണ്ടല്ല അവിഹിത മാമാ സംഘടന ആക്കേണ്ടി വരും കേട്ടാ. അങ്ങനെ എനിക്ക് തോന്നുന്നു. കാരണം അമ്മാതിരി പരിപാടിയാണ് ഈ ടീം എടുക്കുന്നത്. ഇനിയും കൊണ്ട് അൻസിബി ഉണ്ടല്ല സിനിമയിൽ ഒരു ചാൻസും പ്രതീക്ഷിക്കണ്ട. ദൃശ്യം 4 അതിന്റെ അകത്ത് പോലും ചിലപ്പോൾ ഉണ്ടല്ല അൻസിബി ഉണ്ടാവില്ല. അതായിരിക്കും അവസ്ഥ. കാരണം ടിനി ടോമിനെ പോലത്തെ സിനിമയിൽ അഭിനയത്തെ കുറിച്ചോ മിമിക്രിയെ കുറിച്ചോ ഒരു ABCD അറിയില്ലെങ്കിലും ഇവർക്കൊക്കെ ഉണ്ടല്ല വേറൊരു വൃത്തികെട്ട കാര്യം ഉണ്ടല്ല അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവരൊക്കെ ഉണ്ടല്ല എപ്പോഴും ശക്തരായിരിക്കും. എന്തായാലും ഇതുപോലുള്ള വേട്ടവളിയന്മാരെ കുറിച്ച് ഒരു പേടിയില്ലാതെ തുറന്നു പറയാൻ അൻസിബ കാണിച്ച ധൈര്യം ഉണ്ടല്ല ആ ധൈര്യത്തിന് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും. അപ്പോഴെന്തായാലും ഇത്രയും വർഷമായിട്ട് സിനിമ അഭിനയമോ മിമിക്രിയോ
ഒരു ABCD അറിയാതെ സിനിമയിൽ പിടിച്ചിരിക്കുന്ന ടിനി ടോമിനും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.